നമസ്കാരം. ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേ ആയിട്ടാണ് ലോകം ആഘോഷിക്കുന്നത്. പ്രത്യേകിച്ച് യുവാക്കൾക്കിടയിലെ വളരെയധികം പ്രചാരമുള്ള ഒരു ഉത്സവ ദിവസമാണ് വാലന്റൈൻസ് ഡേ. ഈ വാലന്റൈൻസ് ഡേയുടെ പ്രാധാന്യം നമ്മൾ അറിയണമെന്നുണ്ടെങ്കിൽ ആ ദിവസം വിൽക്കപ്പെടുന്ന കാർഡുകളുടെ എണ്ണം മാത്രം നമ്മളൊന്ന് പരിശോധിച്ചാൽ മതി. ഈ വാലന്റൈൻസ് ഡേ സന്ദേശം അങ്ങോട്ടും ഇങ്ങോട്ടും അതിൻ്റെ ആശംസകളും മറ്റുമൊക്കെ കൈമാറുന്നതിന് വേണ്ടിയിട്ട് യുവാക്കളും മറ്റ് ഉള്ളവരും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ഉപയോഗിക്കുന്നുണ്ട്. അത് ഫാമിലിയിലുള്ളവരാകാം, ഭാര്യ ഭർത്താക്കന്മാരാകാം, അല്ലെങ്കിൽ മറ്റ് കമിതാക്കളാകാം. അങ്ങനെ പലരും ഇതിനു വേണ്ടി ഈ ആശംസകൾ പറയാൻ വേണ്ടിയിട്ട് കാർഡ്സുകൾ ഉപയോഗിക്കാറുണ്ട്. ആ കാർഡ്സുകളുടെ വിൽപ്പനയെക്കുറിച്ച് പറയുമ്പോൾ ഏതാണ്ട് 145 മില്യൺ കാർഡ്സാണ് ഇതുമായി ബന്ധപ്പെട്ട് വിൽക്കപ്പെടുന്നത് എന്നാണ് പറയുന്നത്. അതായത് ലോകത്ത് ഏറ്റവും കൂടുതൽ കാർഡ്സുകൾ വിൽക്കപ്പെടുന്നത് ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. കാരണം അതിനാണ് ഏറ്റവും കൂടുതൽ. ക്രിസ്മസ് കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ഉത്സവമാണേത് വാലന്റൈൻസ് ഡേ എന്ന് പറയുന്നത്. അത്രമേൽ പ്രാധാന്യത്തോടുകൂടി ലോകത്തിലുള്ള ആൾക്കാർ ആഘോഷിക്കുന്ന ഒരു ദിവസമാണ് വാലന്റൈൻസ് ഡേ എന്ന് പറയുന്നത്. എവിടെ നിന്നാണ് ഈ വാലന്റൈൻസ് ഡേ ഉത്ഭവിച്ചത്? എന്താണ് വാലന്റൈൻസ് ഡേയുടെ പിന്നിലുള്ള ചരിത്രം? അതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് വേണ്ടി പോകുന്നത്. ഫെബ്രുവരി മാസത്തെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അത് ലോകത്തറിയപ്പെടുന്നത് റൊമാൻസിൻ്റെ മാസമായിട്ടാണ്. അതിൻ്റെ ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന വാലന്റൈൻസ് ഡേ ഫെബ്രുവരി മാസത്തിലാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. എന്നാൽ ഈ വാലന്റൈൻസ് ഡേ എവിടെ നിന്ന് ഉത്ഭവിച്ചു എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മളതിൻ്റെ ചരിത്രം ചികഞ്ഞ് ചെന്ന് കഴിഞ്ഞാൽ അത് അവസാനിക്കുന്നത് റോമാക്കാരുടെ പുരാതനമായിരിക്കുന്ന ഫെസ്റ്റിവലിലാണ് എന്ന് കാണാൻ കഴിയും. ഈ ഫെബ്രുവരി മാസത്തിലായിരുന്നു റോമാക്കാർ പലതരത്തിലുള്ള ഉത്സവങ്ങൾ അവർ ആഘോഷിച്ചിരുന്നു. അതിൽ ഫെബ്രുവരി 13 മുതൽ 15 വരെയുള്ള ഈ കാലഘട്ടത്തിൽ അവർ ആഘോഷിച്ചിരുന്നൊരു പ്രധാനപ്പെട്ട ഉത്സവമായിരുന്നു ലൂപ്പർകാലിയ എന്ന് പറയുന്നത്. ലൂപ്പസ് എന്ന് പറഞ്ഞാൽ ചെന്നായ എന്നാണ് അതിനർത്ഥം, ഉൾഫ് എന്നാണ് അർത്ഥം. അതായത് ചെന്നായ്ക്കൾ വസിക്കുന്ന ഗുഹയിൽ നിന്നും ഈ റോമാക്കാരായിരിക്കുന്ന പുരോഹിതന്മാർ ആടിൻ്റെ തോലണിഞ്ഞ ഇവർ പ്രത്യേക ദിവസത്തിൽ ഇവർ ആടുകളെ ബലിയർപ്പിക്കും. ആടുകളെയും മാത്രമല്ല, അതുപോലെ തന്നെ നായ്ക്കളെയും ബലിയർപ്പിക്കും. എന്നിട്ട് പ്രത്യേകാൽ ഈ ആടുകളുടെ ഉണങ്ങിയ തോല് കൊണ്ടുണ്ടാക്കിയ ചാട്ട ഈ ബലിയർപ്പിക്കപ്പെട്ട ആടിൻ്റെ ചോരയിൽ മുക്കിയെടുത്തിട്ട് ആ ചാട്ടയുമായിട്ട് ഇവർ ആ ചെന്നായ്ക്കളുടെ ഗുഹയിൽ നിന്നും ഒരാചാരം എന്നോണം ഈ റോമ നഗരത്തിലെയും മറ്റുമൊക്കെയുള്ള തെരുവുകളിലേക്ക് എന്ത് ചെയ്യുന്നു, ഇവർ ഇറങ്ങി വരികയാണ്. ഇവർ ഇറങ്ങി വരുമ്പോൾ ഇവരുടെ വരവും കാത്ത് റോമൻ സ്ത്രീകളും മറ്റുള്ളവരൊക്കെ എന്ത് ചെയ്യും, അവിടെ തെരുവിലെ സജീവം ആയിരിക്കും ആ സമയത്ത്. അതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ടിട്ട് അന്നുണ്ടായിരുന്ന ഒരു വിശ്വാസമാണ്. ഈ ലൂപ്പർകാലിയ എന്ന് പറയുന്ന ഫെസ്റ്റിവല് ഇവരുടെ കൃഷിയുടെ ദേവനായിരിക്കുന്ന ഫൗനസ് എന്ന് പറയുന്ന ഒരു ദേവന് വേണ്ടിയിട്ടാണ് ഇവരിത് സമർപ്പിച്ചിരുന്നത്. അങ്ങനെ ഈ പുരോഹിതന്മാരെന്തെയും, ഈ പുരോഹിതന്മാരെ ഈ ആടിൻ്റെ രക്തത്തിൽ മുക്കിയ ചാട്ടവാറുമായിട്ട് ഈ തെരുവുകളിലേക്ക് ഇറങ്ങിയിട്ട് അവിടെ കാണുന്ന സ്ത്രീകളെയൊക്കെ അടിക്കാനായിട്ട് തുടങ്ങും. ഇതുകൊണ്ട് ഈ ചാട്ട കൊണ്ട് അടിക്കാനായിട്ട് തുടങ്ങും. അത് സ്ത്രീകളെയും പുരുഷന്മാരെയും ഒക്കെ അങ്ങനെ അടിക്കും. പ്രത്യേകിച്ച് സ്ത്രീകളാണ്. ഈ ആചാരം ചെയ്യുന്നതിലൂടെ അവർക്ക് ഫെർട്ടിലിറ്റി ഉണ്ടാകും എന്നാണ് അവരെ വിശ്വസിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ലൂപ്പർകാലിയ അറിയപ്പെട്ടത് ഫെർട്ടിലിറ്റിയുടെ ഫെസ്റ്റിവലായിട്ടാണ്. അങ്ങനെ ഈ സ്ത്രീകളെ ഇവർ ചാട്ട കൊണ്ട് ഇങ്ങനെ അടിക്കാനായിട്ട് തുടങ്ങും. ആ അടി ഏൽക്കുമ്പോൾ അവർ വിശ്വസിക്കുന്ന കാര്യം അടുത്ത വർഷവും അവർ ഫെർട്ടിലിറ്റി ഉള്ളവരായിരിക്കും എന്നുള്ള വിശ്വാസമാണ് അവർക്ക് അങ്ങനെ ഉണ്ടായിരുന്നത്. അത് റോമൻ ജനതയിലെ ആ കാലഘട്ടത്തിൽ പ്രബലമായിരുന്ന ഒരു വിശ്വാസമായിരുന്നു, പ്രത്യേകിച്ച് സ്ത്രീകൾക്കിടയിൽ. എന്നാൽ ഇവർ ആടുകളെ മാത്രമല്ല ബലിയർപ്പിച്ചിരുന്നത്, നായ്ക്കളെയും ഇവരെന്ത് ചെയ്തിരുന്നു, ബലിയർപ്പിച്ചിരുന്നു. ഇവർ വിശ്വസിച്ചിരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നായ്ക്കളുടെ രക്തം എന്ത് ചെയ്യുന്നു, പ്യൂരിഫിക്കേഷൻ കൊണ്ടുവരുന്നു എന്നാണ്. അങ്ങനെ ഈ ആടുകളുടെ രക്തത്തിൽ മുക്കിയ ചാട്ടയുമായി ഇറങ്ങിയിട്ട് ഇവർ സ്ത്രീകളെയും മറ്റുമൊക്കെ അങ്ങനെ ഇവരടിക്കുന്ന രംഗം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. മാത്രമല്ല അവർ ക്രോപ്സും എന്ത് ചെയ്യും, ക്രോപ്സിലും ചെന്നിട്ട് ഇവരെന്ത് ചെയ്യും, പാടശേഖരങ്ങളിലൊക്കെ ചെന്നിട്ട് ഇവർ ഈ ബ്ലഡ് മുക്കിയ ചാട്ടവാറ് കൊണ്ട് അതിനെയൊക്കെ അടിക്കും. ഇത് ചെയ്യുന്നതിലൂടെ അവർക്ക് കൂടുതൽ വിളവ് ലഭിക്കുന്നു, അല്ലെങ്കിൽ കൃഷിയുടെ ദേവൻ തങ്ങളെ അനുഗ്രഹിക്കും എന്നുള്ളൊരു വിശ്വാസമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. എന്നാൽ ഈ ലൂപ്പർകാലിയയിൽ കൊണ്ട് മാത്രം ഈ പറയുന്ന വാലന്റൈൻസ് ഡേയുടെ ചരിത്രം അങ്ങനെ ഒതുങ്ങുന്നില്ല. അതിന് പിന്നെയും കാലം കുറച്ചുകൂടി കഴിഞ്ഞപ്പോഴേക്കും മറ്റൊരു ഐതിഹ്യം അതിന് വന്നു. അത് കത്തോലിക്ക സഭയുമായി ബന്ധപ്പെട്ടിട്ടായിരുന്നു അതിന് വന്ന ഐതിഹ്യം എന്ന് പറയുന്നത്. അതൊരു അച്ഛനോടുള്ള ബന്ധത്തിലായിരുന്നു. അതല്ലെങ്കിൽ നമ്മൾ പറഞ്ഞാൽ പള്ളിയിലച്ഛനുമായി ബന്ധപ്പെട്ടിട്ടായിരുന്നു അതിന് ഒരു ഐതിഹ്യം ഉണ്ടായത്. വാലന്റൈൻ എന്ന് പറയുന്ന രണ്ട്
വിശുദ്ധരെക്കുറിച്ച് അല്ലെങ്കിൽ രക്തസാക്ഷികളായ വിശുദ്ധരായ അച്ഛന്മാരെക്കുറിച്ച് റോമൻ ഹിസ്റ്ററിയിൽ പറയുന്നുണ്ട്, അല്ലെങ്കിൽ കത്തോലിക്ക ഹിസ്റ്ററിയിൽ പറയുന്നുണ്ട്. AD 3-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വാലന്റൈൻ എന്ന് പറയുന്ന പുരോഹിതൻ്റെ രക്തസാക്ഷിത്വവുമായി ബന്ധപ്പെട്ടിട്ട് പിൽക്കാലത്ത് ആചരിക്കപ്പെട്ട ഒരു ദിവസമാണ് ഫെബ്രുവരി 14 എന്ന് പറയുന്ന വാലന്റൈൻസ് ഡേ എന്നാണ് പറയപ്പെടുന്നത്. ആരാണ് ഈ വാലന്റൈൻ? ഈ AD 3-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഈ വാലന്റൈൻ ആരാണെന്നുള്ള ചരിത്രം നമ്മൾ തിരക്കി പോകുമ്പോൾ അത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ക്ലൗഡിയസ് രണ്ടാമൻ എന്ന് പറയുന്ന റോമൻ ചക്രവർത്തി ഭരിക്കുന്ന കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു പുരോഹിതനായിരുന്നു ഈ വാലന്റൈൻ എന്ന് പറയുന്നത്. ആ സമയത്ത് ഈ ക്ലൗഡിയസ് രണ്ടാമൻ ഒരു പ്രഖ്യാപനം നടത്തി. അദ്ദേഹം ഒരു ഓർഡർ ഇട്ടു, അതായത് യൗവനരായിരിക്കുന്ന പുരുഷന്മാരെ വിവാഹം കഴിക്കാൻ പാടില്ല എന്നൊരു നിയമം വെച്ചു. അതിനത് അദ്ദേഹം വെക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പട്ടാളത്തിൽ വേണ്ടതെന്ന് പറഞ്ഞാൽ യൗവനരായിരിക്കുന്ന വിവാഹം കഴിക്കാത്തതായിരിക്കുന്ന ചുറുചുറുക്കുള്ള പുരുഷന്മാരെയാണ് വേണ്ടത്. വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഇവർ യുദ്ധത്തിന് പോകുന്ന സമയത്ത് ഇവരെ ദുർബലപ്പെടുത്തുന്ന ചിന്തകൾ ഇവരെ അലട്ടിക്കൊണ്ടിരിക്കും എന്നാണ് ക്ലൗഡിയസ് രണ്ടാമൻ വിചാരിച്ചത്. അതിന് അദ്ദേഹം പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ ഇവരുടെ കുടുംബത്തെക്കുറിച്ച് ചിന്തിക്കും, കുട്ടികളെക്കുറിച്ച് ചിന്തിക്കും, ഭാര്യയെയും ഒക്കെ കുറിച്ച് ചിന്തിക്കും. അങ്ങനെ വരുമ്പോൾ ഇവർ യുദ്ധക്കളത്തിൽ തോറ്റുപോകാനുള്ള സാധ്യതയുണ്ട് എന്ന് കരുതിക്കൊണ്ട് തൻ്റെ ആർമി, തൻ്റെ പട്ടാളം വളരെ കരുത്തുറ്റതായിരിക്കണം, അതുകൊണ്ട് യൗവനരായിരിക്കുന്ന പുരുഷന്മാരെ വിവാഹം കഴിക്കാൻ പാടില്ല എന്നൊരു നിയമം അദ്ദേഹം ഇറക്കി. ഇത് വാലന്റൈനെ എന്ത് ചെയ്തു? ചൊടി. വിവാഹം നിയമം മൂലം നിർബന്ധമായിട്ട് അങ്ങനെ നിരോധിക്കാൻ പാടില്ല എന്ന് ഇദ്ദേഹം എന്ത് ചെയ്തു? വിശ്വസിക്കുകയും ഇദ്ദേഹം രഹസ്യമായിട്ട് ഈ ചക്രവർത്തിയുടെ കൽപ്പനയെ ലംഘിക്കുകയും ചെയ്തു. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വിവാഹം കഴിക്കാൻ താല്പര്യമുള്ള യൗവനരായിരിക്കുന്നവർ അദ്ദേഹം എന്ത് ചെയ്തു? രഹസ്യമായിട്ട് വിവാഹം കഴിപ്പിച്ചു. ഇത് പിടിക്കപ്പെടുകയും ക്ലൗഡിയസ് രണ്ടാമൻ ഈ വാലന്റൈനെ അങ്ങനെ കൊന്നുകളയുകയും ചെയ്തു എന്നാണ് ചില ഐതിഹ്യം പറയുന്നത്. വിവാഹം കഴിച്ച് ഒരുമിച്ച് സ്നേഹിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന യൗവനരെ ഒന്നിപ്പിച്ച വ്യക്തി എന്നുള്ള നിലയിൽ പിൽക്കാലത്ത് ഈ പുരോഹിതൻ്റെ പേരിലെ ഒരു പ്രണയ ദിനമായിട്ട് വാലന്റൈൻസ് ഡേ ആചരിക്കപ്പെടാൻ തുടങ്ങി എന്നാണ് പറയപ്പെടുന്നത്. ലൂപ്പർകാലിയ എന്ന് പറയുന്ന ഫെസ്റ്റിവൽ അതിൻ്റെ എല്ലാ അർത്ഥത്തിലും ആഘോഷിക്കപ്പെട്ടിരുന്നത് ഫെബ്രുവരി 15-നായിരുന്നു. എന്നാൽ പോപ്പ് ഗലാസിയസ് ഈ ഫെബ്രുവരി 15 എന്നുള്ള ലൂപ്പർകാലിയ ആഘോഷത്തെ അദ്ദേഹം മാറ്റിയിട്ട് അതിനെ ക്രിസ്ത്യനൈസ് ചെയ്ത് ഫെബ്രുവരി 14 സെൻറ്റ് വാലന്റൈൻസ് ഡേ ആയിട്ട് ആഘോഷിക്കാനായിട്ട് തുടങ്ങി എന്നാണ് കാണാൻ കഴിയുന്നത്. മറ്റൊരു ഐതിഹ്യം ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്, വാലന്റൈൻ എന്ന് പറയുന്ന വ്യക്തി എന്ത് ചെയ്തു? അങ്ങനെ തുറങ്കിലടക്കപ്പെട്ടു ചക്രവർത്തിയാൽ. അങ്ങനെ ദീർഘനാൾ ഈ തുറങ്കിൽ കഴിയുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ജയിലറിൻ്റെ മകളെ വാലന്റൈൻ പ്രണയിക്കുകയും തന്നെ മരണത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് മുൻപായിട്ട് ഈ പ്രണയിനിക്ക് അല്ലെങ്കിൽ ഈ ജയിലറിൻ്റെ മകൾക്ക് താൻ അവസാനമായി എഴുതിയ ഒരു കത്തുണ്ട്. ആ കത്ത് അവസാനിക്കുന്നത് ഇങ്ങനെയാണ്, ഫ്രം യുവർ വാലന്റൈൻ എന്നും പറഞ്ഞാണ് ആ കത്ത് അവസാനിക്കുന്നത്. അപ്പോൾ ഇത് ഇന്നും ആ വാലന്റൈൻ കാർഡ്സ് എഴുതുന്ന സമയത്ത് ചിലർ എഴുതാറുണ്ട് ഫ്രം യുവർ വാലന്റൈൻ എന്നും പറഞ്ഞ്. ഇന്നും ആ നിലയിൽ എഴുതുന്ന ഒരു രീതി പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് വെസ്റ്റേൺ രാജ്യങ്ങളിൽ ഉണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ഐതിഹ്യങ്ങൾ വാലന്റൈൻസ് ഡേയുമായി ബന്ധപ്പെട്ട് പലതുണ്ട്. അതുപോലെ തന്നെ ഈ വാലന്റൈൻ എന്ന് പറയുന്ന വ്യക്തി ഒരാളല്ല, പലരാണ്. 2 പേരുണ്ടെന്ന് പറയുന്നു, 3 പേരുണ്ടെന്ന് പറയുന്നു, 3 പേരും രക്തസാക്ഷികളാണ് എന്ന് പറയുന്നു, വിശുദ്ധരാണ് എന്നൊക്കെ പറയുന്നു. അപ്പോൾ അങ്ങനെ പലതരത്തിലുള്ള ഐതിഹ്യങ്ങളും ചരിത്രങ്ങളും ഇതിനിടയിലുണ്ട് എന്ന് കാണാൻ കഴിയും. എന്നാൽ ഇതിനെ ഇന്ന് കാണുന്ന വിധത്തിൽ റൊമാൻസിൻ്റെ ഒരു ദിവസമാക്കി മാറ്റിയതിൽ പ്രധാന കണ്ണിയാണ് ജെഫ്രി ചൗസർ എന്ന് പറയുന്ന ഇംഗ്ലീഷ് പോയറ്റ്. ഇദ്ദേഹം തൻ്റെ പോയത്തിലെ ഈ വാലന്റൈൻസ് ഡേയെ പരിചയപ്പെടുത്തിയത് റൊമാൻസിൻ്റെ ദിനമായിട്ടാണ്. അതിൽ പിന്നെയാണ് വാലന്റൈൻസ് ഡേയ്ക്ക് ഈ വിധത്തിലുള്ള ഒരു വ്യാഖ്യാനം വരികയും അത് ലോകമെമ്പാടുമുള്ള ജനങ്ങൾ, പ്രത്യേകിച്ച് കമിതാക്കൾ, ഇത് അവരുടെ ദിവസമായിട്ട് അങ്ങനെ ഏറ്റെടുക്കുകയും അത് ആ വണ്ണം ആഘോഷിക്കാൻ തുടങ്ങുകയും ചെയ്തത്.